നമസ്കാരം. മലനാട് ടി വിയുടെ സഹയാത്രികനായ ജോർജ് സാറിൻ്റെ 1ാം ചരമവാർഷികമാണിന്ന്. ഈ നമ്മുടെ സെമിട്രി ജംഗ്ഷനിലുള്ള ചർച്ചിൽ അതിൻ്റേതായിട്ടുള്ള കൂദാശ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പകർന്നു തന്നിട്ടുള്ള ഒരു തീജ്വാല മലനാട് ടി വിയുടെ എല്ലാ സഹയാത്രികരിലുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് 14 ജില്ലകളിൽ നിന്ന് അദ്ദേഹം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ ജീവകാരുണ്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ ഈ കത്തീഡ്രലിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികത്തിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളാണ് ഇപ്പം നടക്കുന്നത്. ആ പ്രാർത്ഥനയുടെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവൻ്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു. അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് 2ാമത്തെ മരണം, അഗ്നി തടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ സഹോദരരെ, തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സർവശക്തനായ പിതാവായ ദൈവത്തോട് ജീവിച്ചിരിക്കുന്നവരുടെയും മരണമടഞ്ഞവരുടെയും രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം.
ക്രൈസ്തവ ജനത്തെ വിശ്വാസത്തിലും ഐക്യത്തിലും നിലനിർത്താൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥനകൾക്കണമേ. ലോകം മുഴുവനെയും യുദ്ധങ്ങളുടെ സകല തിന്മകളിലും നിന്ന് മോചിപ്പിക്കുന്നതിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥനകൾക്കണമേ. ജ്ഞാനസ്നാനം വഴി ഒരിക്കൽ നിത്യജീവന്റെ ആരംഭം സ്വീകരിച്ച് മരണമടഞ്ഞ ഈ സഹോദരൻ ജോർജ് വിശുദ്ധരുടെ നിത്യസഹവാസത്തിൽ പങ്കുചേരാൻ തിരുവുള്ളമാകുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥനകൾക്കണമേ. നമ്മുടെ സഹോദരരുടെയും ബന്ധുക്കളുടെയും ഉപകാരികളുടെയും ആത്മാക്കൾക്ക് അവരുടെ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം നൽകാനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥനകൾക്കണമേ. പീഡകളാൽ വലയുന്ന നമ്മുടെ സഹോദരങ്ങളെ അവിടുന്ന് സഹായിക്കുകയും കാരുണ്യപൂർവ്വം ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥനകൾക്കണമേ. ഭക്തിവിശ്വാസത്തോടെ ഇവിടെ കുടിയിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് തന്റെ മഹത്വമാർന്ന രാജ്യത്ത് ഒരുമിച്ച് കൂട്ടാൻ കനിയണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥനകൾക്കണമേ. കർത്താവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന അങ്ങേ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും അങ്ങേ പരിത്രാണത്തിൽ പങ്കാളികളായി തീരാൻ ഇടയാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. മഹിമയിൽ വാഴും രക്ഷകനീസു മരണമടഞ്ഞ സഹോദരരേ, നിൻ തിരുകൃപയാൽ ശിക്ഷാവിധിയിൽ നിന്നു കരേറ്റാൻ കനിയണമേ. രക്ഷകനീസു മരണമടഞ്ഞ സഹോദരരേ, നിൻ തിരുകൃപയാൽ ശിക്ഷാവിധിയിൽ നിന്നു കരേറ്റാൻ കനിയണമേ. ഈ കാണിക്കകൾ സംപ്രീതിയോട് തൃക്കൺ പാർക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുന്നു, അങ്ങേ സ്വർഗീയ ഔഷധങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹത്വത്തിൽ ഈ ആത്മാവ് നിരന്തരം ജീവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
അവിടുന്ന് ലോകത്തിൻ്റെ രക്ഷയും മനുഷ്യരുടെ ജീവനും മരിച്ചവരുടെ ഉദ്ധാനവുമാകുന്നു. മാലാഖവൃന്ദങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ നിത്യാനന്ദത്തിൽ അങ്ങേ ആരാധിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ഡലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. നമുക്കെല്ലാവർക്കും മുട്ടുമടക്കാം. വിശുദ്ധ ബലിയർപ്പണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നമ്മളിവിടെ സമർപ്പിച്ച ഈ അപ്പവും വീഞ്ഞും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ മിശിഹായുടെ ശരീരവും രക്തവുമാകുമ്പോൾ അദ്ദേഹം നൽകിയ സ്നേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ദൈവപിതാവിൻ്റെ മുമ്പിൽ തിരുമുഖം ദർശിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന പ്രാർത്ഥന ഈ ബലിപീഠത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ വത്സലയും അതുപോലെ തന്നെ മകളെയും മരുമകനെയും ഈ ബലിപീഠത്തിലേക്ക് കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ വലിയ കൃപകൾ ഈ കുടുംബത്തിന് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി കൂദാശ വചനങ്ങളിലേക്ക് ഭക്തിപൂർവം നമുക്ക് പ്രവേശിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും
പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്ത് നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസൻ ജോർജിനെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തോട് ഒന്നായിത്തീർന്ന ഇയാളെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായ ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്കൊന്ന് ചേർന്ന് ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോ നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവ്, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച്
ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുന്നാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്കുറിച്ച് മാത്രം മതി. എൻ്റെ എല്ലാവരും സോമനാപിക്കും. രക്ഷകായ എന്നെ കൈവിടല്ലേ, കാരുണ്യമേ എന്നെ തള്ളിടല്ലേ. സ്നേഹമേ എന്നെ നീ സ്വീകരിക്കൂ, സ്വർഗത്തിലാനന്ദ മന്ദിരത്തിൽ. നിന്നെ പിരിഞ്ഞു ഞാൻ പാതതെറ്റി, നിന്നെ മറന്നു ഞാൻ ദൂരത്ത് പോയി. നിന്നോട് കൽപ്പന ലംഘിച്ചു ഞാൻ, പാപത്തിൽ ജീവിച്ചു ദ്രോഹിയായി ഞാൻ. രക്ഷകായ എന്നെ കൈവിടല്ലേ, കാരുണ്യമേ
കൈക്കൊണ്ട സ്നേഹനാഥ, കള്ളനെ മോചിച്ച സ്നേഹതാത, ദൂർത്തനെ കൈക്കൊണ്ട സ്നേഹനാഥ, കള്ളനെ മോചിച്ച സ്നേഹതാത, ഞാൻ ചെയ്ത കുറ്റങ്ങൾ ഓർത്തിടല്ലേ, സ്വീകരിക്കുന്നിൽ മന്ദിരത്തെ. ഞാൻ ചെയ്ത കുറ്റങ്ങൾ ഓർത്തിടണേ, സ്വീകരിക്കുന്നിൻ മന്ദിരത്തെ. രക്ഷകായി എന്നെ കൈവിടല്ലേ, കാരുണ്യമേ എന്നെ തള്ളിടല്ലേ, സ്നേഹമേ എന്നെ നീ സ്വീകരിച്ചു, സ്വർഗ്ഗത്തിലാനന്ദ മന്ദിരത്തെ. സക്കറിയാഗീതി. കർത്താവ് അരുൾ ചെയ്യുന്നു, ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവട്ടെ. അവിടുത്തെ ജനത്തെ സന്ദർശിക്കുകയും അവരെ ഉപകാരം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളിലും നമ്മെ വെറുക്കുന്നവരിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്നും നമ്മുടെ പിതാക്കന്മാരോട് കാരുണ്യം കാണിക്കുമെന്നും തൻ്റെ വിശുദ്ധ വാഗ്ദാനം അനുസ്മരിക്കുമെന്നും തൻ്റെ പരിശുദ്ധരായ പ്രവാചകന്മാരുടെ അധരങ്ങൾ വഴി ആദ്യം മുതൽക്ക് അവിടുന്ന് അരുൾ ചെയ്തിട്ടുള്ളതനുസരിച്ച് തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് പ്രബലനായ ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷയിൽ നിന്ന് ശേഷം ആഴ്ചകാലം മുഴുവൻ അവിടുത്തെ മുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടെ നിർഭയം ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് വിരളമെന്ന് നമ്മുടെ പിതാവായ പ്രവണ ചെയ്ത വാഗ്ദാനം അടവുകൾ വരുത്തിയിരിക്കുന്നു. കുഞ്ഞെ, അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് നീ വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവിൻ. നീ അവിടുത്തെ മുമ്പേ പോകും. പാപമോചനം വഴിയുള്ള രക്ഷ നീ നിന്റെ ജനത്തെ അറിയിക്കും. അന്ധകാരത്തിലും മരണത്തിലും നിലവിളിക്കുന്നവർക്ക് പ്രകാശം വീശി സമാധാന പാതകൾ സുരക്ഷിതമായി നയിക്കാൻ മുന്നേറ്റ ഞങ്ങളെ സന്ദർശിച്ചത് കർത്താവിന്റെ സ്നേഹകാലത്തലത്തിലെ. കർത്താവ് ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യജീവനെ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് അരുൾ ചെയ്യുന്നു, ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, രക്ഷയുടെ കുദാശയാൽ പരിപോഷിതരായ അങ്ങേ മക്കളെ ശ്രവിക്കണമേ. പരിശുദ്ധാത്മാവ് വഴി അങ്ങേ ഏകജാതനായ ക്രിസ്തുവിനെ മരിച്ചവിടുന്ന് ഉയർപ്പിച്ച അങ്ങേ പ്രിയപ്പെട്ട ദാസനായ ജോർജിന് അമർത്യതയുടെയും ജീവന്റെയും ആനന്ദം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ബലിയർപ്പണത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ Each and every politicians have to be neat and clean and honest എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ഡോക്ടർ ജോർജ് തോമസ് ഇന്ത്യയെമ്പാടുമായി കേരളത്തിലെ 140 നിയോജക മണ്ഡലം, അതുപോലെ തന്നെ 14 ജില്ലകളിലും 1400-ലധികം വരുന്ന പഞ്ചായത്തുകളിലും ആ 1400 പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലെ 10 ഫ്രണ്ട്സിനെ എടുത്തുകൊണ്ട് അവരെ കണ്ടെത്തുന്നവരായി മാർഗിക്കൊണ്ട് അവർക്ക് ഉപദേശം കൊടുത്തുകൊണ്ട് അവരെ ഇതിന്റെ ശരിയുടെ ദിശയിലേക്ക്, എന്തിന്റെയും ശരിയുടെ ദിശയിലേക്ക് കൊണ്ടുവരുന്ന ഡ്രീം എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അദ്ദേഹം എല്ലാവരെയും ഉപദേശിച്ചത്. ഞങ്ങള് അദ്ദേഹവുമായി മുന്നിലേക്ക് സഞ്ചരിച്ചു, വളരെ ബഹുദൂരം മുന്നിലേക്ക് പോയി. പക്ഷെ കഴിഞ്ഞൊരു വർഷം, അതിനു മുമ്പ് തന്നെ അദ്ദേഹം അന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞ് എന്നോട് പറഞ്ഞിരുന്നു, ഒരു വർഷം നമുക്ക് ഒരു പണി ചെയ്യാം, ഇതൊന്ന് സൈലന്റ് ആയിട്ട് ഇടാം. എങ്ങനെയുണ്ട് നമ്മുടെ ആളുകള്? അവരുടെ
ആ കപ്പാസിറ്റി എത്രമാത്രമുണ്ട്, അവരുടെ ഓർഗനൈസിങ് കപ്പാസിറ്റി എത്രമാത്രമുണ്ട്, അവരുടെ ഇൻഡിപെൻഡന്റ് ഔട്ട്ലുക്ക് എത്രമാത്രമുണ്ട്, അവരുടെ പാർഷ്യൽ താല്പര്യങ്ങൾ എത്രമാത്രമുണ്ട്, ഇതെല്ലാം നമുക്ക് അസസ് ചെയ്യാം. ലാസ്റ്റ് 1 ഇയർ ഞാൻ ഡോക്ടർ ജോർജ് തോമസിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുമെന്ന്, ഡോക്ടർ ഞങ്ങൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങന്ന് പറഞ്ഞതുകൊണ്ട് അടുത്ത പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾക്ക് ഇറങ്ങാം ഇന്ത്യയിലേക്ക്. ജൂൺ 4 ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരും, നമ്മളത് നീങ്ങുന്നു. ഇതിന്റെ ഞങ്ങളൊരു 10% കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ അംഗങ്ങളുടെ ഇടയിൽ പോലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഹി വാസ് നോട്ട് ഓൺലി എ നാഷണൽ ചെയർമാൻ, അറ്റ് ദ സെയിം ഹി വാസ് ദ പ്രസിഡന്റ്. ഐ ആം നോട്ട് ഓൺലി ദ സ്റ്റേറ്റ് പ്രസിഡന്റ്. ദി ഗവൺമെന്റ് മസ്റ്റ് ഹാവ് കറപ്ഷൻലെസ് ഗവൺമെന്റ് എന്ന് പറയുന്നു. അതിനു വേണ്ടിയിട്ട് പറഞ്ഞു വി ഹാവ് ടു ബി നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയുന്നു. ഈച്ച് ആൻഡ് എവറി പൊളിറ്റീഷ്യൻസ് ഹാവ് ടു ബി നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഹോണസ്റ്റ് എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ഡോക്ടർ ജോർജ് തോമസ് ഇന്ത്യയെമ്പാടുമായി കേരളത്തിലെ 140 നിയോജകമണ്ഡലം, അതുപോലെ തന്നെ 14 ജില്ലകളിലും 1400-ലധികം വരുന്ന പഞ്ചായത്തുകളിലും ആ 1400 പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലെ 10 ഫ്രണ്ട്സിനെ എടുത്തുകൊണ്ട് അവരെ കണ്ടെത്തുന്നവരായി മാർഗിക്കൊണ്ട് അവർക്ക് ഉപദേശം കൊടുത്തുകൊണ്ട് അവരെ ഇതിന്റെ ശരിയുടെ ദിശയിലേക്ക്, ആ കപ്പാസിറ്റി എത്രമാത്രമുണ്ട്, അവരുടെ ഓർഗനൈസിങ് കപ്പാസിറ്റി എത്രമാത്രമുണ്ട്, അവരുടെ ഇൻഡിപെൻഡന്റ് ഔട്ട്ലുക്ക് എത്രമാത്രമുണ്ട്, അവരുടെ പാർഷ്യൽ താല്പര്യങ്ങൾ എത്രമാത്രമുണ്ട്, ഇതെല്ലാം നമുക്ക് അസസ് ചെയ്യാം. ലാസ്റ്റ് 1 ഇയർ ഞാൻ ഡോക്ടർ ജോർജ് തോമസിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുമെന്ന്, ഡോക്ടർ ഞങ്ങൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങന്ന് പറഞ്ഞതുകൊണ്ട് അടുത്ത പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾക്ക് ഇറങ്ങാം ഇന്ത്യയിലേക്ക്. ജൂൺ 4 ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരും, നമ്മളത് നീങ്ങുന്നു. ഇതിന്റെ ഞങ്ങളൊരു 10% കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ അംഗങ്ങളുടെ ഇടയിൽ പോലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഹി വാസ് നോട്ട് ഓൺലി എ നാഷണൽ ചെയർമാൻ, അറ്റ് ദ സെയിം ഹി വാസ് ദ പ്രസിഡന്റ്. ഐ ആം നോട്ട് ഓൺലി ദ സ്റ്റേറ്റ് പ്രസിഡന്റ്. അറ്റ് ദ സെയിം ഐ ഡിസ്കസ് വിത്ത് ഓപ്പണിംഗ് വിത്ത് ഓൾ ദ ഐഡിയാസ് വിത്ത് ഡോക്ടർ ജോർജ് തോമസ്. ഞങ്ങളുടെ മനസ്സിലുണ്ട് അതിന്റെ കാഴ്ചപ്പാടുകൾ. കാര്യം ലാസ്റ്റ് 45 years in live politics, he was in the education field. He was a dynamic person. He was a linguistic person. He is a very professionalist educationalist. ലോകത്തിന് മാതൃകയായ ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ ചെറുതിലെ തന്നെ അദ്ദേഹത്തിന്റെ സഹപാഠികളുണ്ട്. ഡോക്ടർ ജോർജ് തോമസ്, ഡോക്ടർ വിക്ടർ ജോർജ് ഉണ്ട്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ ഫിഷറീസ് കോളേജിലെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ആയിരുന്നു. സെയിന്റ് പോൾസ് കോളേജിലെ പ്രിൻസിപ്പൽ കോമേഴ്സിന്റെ പ്രൊഫസറായിരുന്നു. പ്രൊഫസർ ജോർജ് തണങ്ങാടനുണ്ട്, അദ്ദേഹത്തിനോടൊപ്പം മഹാരാജാസ് കോളേജിൽ പഠിച്ചത്. ഇവിടെ മോഹൻ സാറുണ്ട്. ഒട്ടനവധി ആളുകളുണ്ട് ഇവിടെ. പക്ഷേ ഇത് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് വിത്ത് ദിസ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ദിസ് നെയ്ബേഴ്സ് ഓഫ് ഡോക്ടർ ജോർജ് തോമസിന്റെ ഷെയർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വിഷനെ കുറിച്ച് മരിച്ച സമയത്തും ഒരുപാട് പേര് വന്ന് പറഞ്ഞു, ഡോക്ടർ ജോർജ് തോമസിന്റെ ഡ്രീം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ, അദ്ദേഹം അപ്പോഴേ പോയല്ലോ എന്ന്. ഇന്നിവിടെ വന്നപ്പോഴും അത് അവർ പറയുന്നു, അതിൽ പലരും പറയുന്നു ഡോക്ടർ ജോർജ് തോമസിന്റെ ആ ഡ്രീം ഫോറം എന്തായി എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫംഗ്ഷനിൽ ഇടയ്ക്ക് വെച്ചുകൊണ്ടെന്ന് ഇതിനെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ തരാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇതിന്റെ ഔപചാരികമായി ഇതിനെക്കുറിച്ചൊന്ന് ഇതിന്റെ എല്ലാവരുടെ അടുത്തും ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ ഇതിന്റെ തൽപരരായ ആളുകൾ അവരുടെ വിവിധ മേഖലകളിലേക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും നല്ല നാളുകളിലേക്ക് നമ്മുടെ സ്വപ്നം, ആ ഡ്രീം അത് നമുക്ക് പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അത്തരമൊരു വിഷനെ കുറിച്ചുള്ള നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഇതിന്റെ നാഷണൽ ചെയർമാനായ പാലക്കാട് മണ്ണാർക്കാട് നിന്നുള്ള ശ്രീ മോഹൻ ഐസക് സാറിനെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. എത്ര സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓർക്കുമ്പോൾ വലിയ വിഷമമാണ്. അദ്ദേഹം ദിവംഗതനാകുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് ഒരുപാട് വോയിസ് മെസ്സേജുകൾ തന്നിട്ടുണ്ടായിരുന്നു. ആ വോയിസ് മെസ്സേജിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഡ്രീമിനെ സംബന്ധിച്ച്, സ്വപ്നത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇത്രയധികം കാഴ്ചപ്പാടുള്ള, സ്വാർത്ഥത അശേഷം തീണ്ടിയിട്ടില്ലാത്ത ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായ ജോർജ് തോമസ് സാറിന് ആദരാജ്ഞലികൾ അർപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിഷൻ, അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ പുതുതലമുറയ്ക്ക് പാഠ്യവിഷയമാക്കേണ്ടതാണ്. അദ്ദേഹം പകർന്നു തന്ന മൂല്യ വിശേഷങ്ങൾ നമ്മളെയൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുവാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ മൗലാന ബഷീർ സാഹിബിനെ ഞാൻ ഡോക്ടർ ജോർജ് തോമസിനെ അനുസ്മരിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാദരം ക്ഷണിക്കുന്നു. ഡോക്ടറെ പറ്റി ഇവിടെ സംസാരിച്ചവരും
ഇനി സംസാരിക്കാനുള്ളവരും എത്ര പറഞ്ഞാലും അവർക്കൊന്നും ഈ പറയുന്ന എനിക്ക് പോലും മതിയാകില്ല എന്നുള്ളത് ഒരു നഗ്നസത്യമാണ്. ഡോക്ടറുടെ നിര്യാണം ഈ നാട്ടുകാർക്കും പ്രത്യേകിച്ചും മൈ ഡ്രീം എന്നുള്ള ഞങ്ങളുടെ സംഘടനയ്ക്കും വലിയൊരു ആഘാതം തന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം. ഏതായാലും ഡോക്ടർ ജീവിച്ചിടത്തോളം കാലം എല്ലാവർക്കും നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാനും നല്ല രീതിയിൽ ജീവിക്കുവാനും ദൈവസഹായം കൊണ്ട് ആ മഹാമനസ്കന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഞാൻ എൻ്റെ അഗാധമായ ഖേദം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഇവിടെ കൂടിയിരിക്കുന്ന ഡോക്ടർ ജോർജ് തോമസ് സാറിൻ്റെ കുടുംബാംഗങ്ങളെ, MDFൻ്റെ പ്രവർത്തകരെ, കുറച്ച് നാളെ ആയുള്ളൂ ജോർജ് സാറുമായിട്ടുള്ള പരിചയം വന്നെങ്കിലും ഒന്നിച്ച് ഒരു കുറച്ച് സമയം അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ച ഒരു വലിയ ഭാഗ്യമായി കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്ന ഓരോ വാക്കുകളും നമുക്കൊരുപാട് നമ്മുടെ മനസ്സിലേക്ക് പതിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം അദ്ദേഹം എത്തിപ്പെട്ട എല്ലാ മേഖലകളിലും സ്വന്തം വ്യക്തിത്വം പതിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഞങ്ങളോടും, അതായത് അദ്ദേഹത്തിൻ്റെ സ്വപ്നഭൂമിയായ MDF എന്ന സംഘടനയിലേക്ക് ഞങ്ങളെയൊക്കെ കൊണ്ടുവരികയും അതിലൂടെ ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനവും അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും തന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മകളോടും എൻ്റെ ബുദ്ധിമുട്ട് അന്ന് ഞങ്ങൾ പങ്കുവെച്ചിരുന്നു. അതിനുശേഷം ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുസ്മരണം നടക്കുന്ന ഈ വേദിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു കാര്യം പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന മൈ ഡ്രീം ഫോറം എന്ന സ്വപ്നഭൂമിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായവും വത്സമഴത്തിനും മോൾക്കും ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹവും കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കാനാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം അദ്ദേഹത്തിന് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ, ഒരു സുദീർഘമായിട്ടുള്ള ഒരു അനുസ്മരണ പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. എന്നും ക്രിസ്ത്യാനികളുടെ വീടുകളിൽ ഒരു സന്ധ്യാകീർത്തനമുണ്ടല്ലോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർത്തിടുവാൻ ഈ ജീവിതം പോരാ. അങ്ങനെ ഒരുപാട് ഇനിയും ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്ന ഒരാളാണ് ഡോക്ടർ. ഞാൻ ഒരിക്കലേ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിനെ കണ്ട അന്ന് മുതൽ അദ്ദേഹത്തിനോട് എനിക്കൊരു ആരാധന മനോഭമായിരുന്നു. എന്നിലും 2 വയസ്സ് ഇളയതാണെങ്കിലും അദ്ദേഹത്തെ വളരെ ആരാധനയോടെയാണ് ഞാൻ കണ്ടിരുന്നത്. ഇവിടെ ഞങ്ങളൊരു സംഘടനയുണ്ട്. അതിൻ്റെ പയസ് പറഞ്ഞതുപോലെ ഒരുപാട് ദീർഘവീക്ഷണം, ഒരു വീക്ഷണം, ഒരു മുൻകാഴ്ച, ഒരുപാട് കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടുകളെല്ലാം ഞങ്ങളുടെ ഈ സംഘടനയിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ അപരിഹാര്യമായ നഷ്ടം, ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ എല്ലാം ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകൾ, ഇവരെല്ലാം ഇന്ന് നല്ല രീതിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിനുണ്ടായ അപരിഹാര്യമായ നഷ്ടത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി, നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളോടൊപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ ആ ആത്മാവിന് വേണ്ടി നമുക്ക് നന്നായി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകുവാനുണ്ട്. ആ മുന്നോട്ട് പോകുമ്പോൾ ചന്തുമേനോൻ ഇന്ദുലേഖയിൽ പറഞ്ഞതുപോലെ മൂർഖൻ പാമ്പും കല്ലുകരുടെ കാഞ്ഞിരക്കുറ്റിയും നിറഞ്ഞ ആ പാതയിലൂടെ പോകുമ്പോൾ അവരുടെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളരുതേ. അവരുടെ മകൾ, അവരുടെ ഭാര്യ,
അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകൾക്കും ആ കാലുകളിൽ ഒരു മുള്ളു പോലും കൊള്ളരുതേ എന്നാണ് നിങ്ങളോടൊപ്പം എൻ്റെയും മനസ്സിലുള്ള പ്രാർത്ഥന. നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കുടുംബത്തിന് ഇനിയും ഐശ്വര്യം ഉണ്ടാകട്ടെ. അവരുടെ ആ വേദനയിൽ നിന്നും ദൈവം അവർക്ക് നല്ലത് കൊടുക്കട്ടെ. പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വേദിയിൽ നിൽക്കുമ്പോഴേ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. എൻ്റെ ഹൃദയത്തിൽ നിന്നും, കാരണം മൈ ബ്രദർ ഞാൻ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ ഇന്ന് വരെയും. എൻ്റെ സിസ്റ്റർക്ക് അറിയാം, മോൾക്കറിയാം, ഞങ്ങൾ ഈ ഫാമിലി ഞാനും തമ്മിൽ എല്ലാവർക്കും ബന്ധമുണ്ടെങ്കിലും ഒരു ചെറിയ അടുത്ത ആത്മബന്ധം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ബന്ധം ഞങ്ങൾ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ ബ്രദറിന് വേണ്ടി ഞാൻ മനസ്സ് നിറഞ്ഞ് പ്രണാമം അർപ്പിക്കുന്നു. MDF എന്ന് പറഞ്ഞ ഈ സ്വപ്നം ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. അത് ജീവിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടേയിരിക്കും. ഞങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ പോലും ആ സംരംഭം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ കുട്ടി പറയുകയാണെങ്കിലുണ്ട്, പക്ഷെ ഉള്ളിൽ ഒരുപാട് സങ്കടമുള്ളതുകൊണ്ട് പറയാൻ കിട്ടുന്നില്ല. ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ മുന്നിൽ നിന്ന് പോകുന്നു. ജോർജ് സാറിനെ കുറിച്ച് സംസാരിക്കാൻ സത്യത്തിൽ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം ഒരു 15 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. കർണാടക, കേരളം, തമിഴ്നാട് 3 സ്റ്റേറ്റിലും വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ വണ്ടിയിൽ ഞാൻ ഡ്രൈവ് ചെയ്യും, ഞങ്ങൾ 2 പേരും മാത്രമായിട്ട്. മാത്രമല്ല, ഈ മൺട്രോൺ തുരുത്ത് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് കൊല്ലത്ത്. ആ ദ്വീപ് ബഹുമുഖ കമ്പനികളൊക്കെ തന്നെ അവിടെ ഉള്ള ആളുകളെയൊക്കെ ഇത് മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് ഇത് മൊത്തം വാങ്ങുന്ന ഒരു സാഹചര്യം ഞങ്ങളെ അറിയിച്ചിട്ട് ഞാനും സാറും കുറച്ച് ആളുകളൊക്കെ അവിടെ ചെന്ന് ഒരു 5 ദിവസം താമസിച്ചു. ഞങ്ങൾ ആ തുരുത്തിലുള്ള എല്ലാവരോടും പറഞ്ഞു ഇത് മുങ്ങിയൊന്നും പോവില്ല. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഞാനും സാറും തമ്മിലൊരു 15-16 വയസ്സ് വ്യത്യാസമുണ്ട്. പക്ഷെ എന്നെക്കാൾ ആക്റ്റീവായിട്ട് രാത്രി ഞങ്ങൾ മീറ്റിങ്ങുകളിലും ഓരോ വീടുകളിലൊക്കെ പോയി ഇന്നും അവിടെയുള്ള ജനങ്ങൾ ഞങ്ങളെയൊക്കെ ഓർക്കുന്നുണ്ട്. സത്യത്തിലൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. സാറ് മരിച്ചതിൻ്റെ പിറ്റേന്ന് എൻ്റെ മോളുടെ വിവാഹമാണ്. 2 ദിവസം മുമ്പ് എനിക്ക് കോൾ ചെയ്തു, തീരെ വയ്യ എങ്കിലും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, വരാൻ പറ്റുമെങ്കിൽ വരും. അത് മാത്രമല്ല, തലേന്ന് എനിക്കൊരു വോയിസ് മെസ്സേജ് ഉണ്ട്, വളരെ ക്ഷീണിതനാണ്, എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും. പിന്നെ ഞാൻ ആ മരണവാർത്തയാണ് കേൾക്കുന്നത്. സാറാണേലും സാറിൻ്റെ മോളുടെ കല്യാണം ആലോചന വന്നപ്പോൾ തന്നെ ആദ്യം എന്നോടാണിത് പറഞ്ഞത്. വലിയ ബന്ധമായിരുന്നു, ആത്മബന്ധമായിരുന്നു. ഏതായാലും സാറിൻ്റെ ഒരുപാട് കുട്ടികൾ ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ നമ്മുടെ മാലദ്വീപിൻ്റെ അവിടുത്തെ അറ്റാഷ്, മാലദ്വീപിൻ്റെ ഇന്ത്യൻ അംബാസഡറിൻ്റെ PA എന്ന് പറയുന്ന സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ സാറ് ജസ്റ്റ് ഒരു കാര്യത്തിന് ആ സ്റ്റുഡൻറ്റുമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ ആ അംബാസഡർ കൊല്ലം കരുനാഗപ്പള്ളിയിൽ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ വന്ന് ഞാനും ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പം ആ സാറിൻ്റെ ഒരു ഇതാണ്, ആ ഒരു സ്റ്റുഡൻറ്റിനെ വിളിച്ചപ്പോൾ തന്നെ ആ രാജ്യത്തിൻ്റെ അംബാസഡറുമായിട്ട് ആ കരുനാഗപ്പള്ളി പോലത്തെ ഒരു ചെറിയ സ്ഥലത്ത് വന്ന് ആ സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി സാറ് ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഏതായാലും സാറ് നമ്മുടെ കൂടെ ഉണ്ട്, ഈ ലോകത്തുണ്ട്. സാറിൻ്റെ ഒരുപാട് ബന്ധുമിത്രാദികളിലും കുടുംബാംഗങ്ങൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഉയർന്ന നിലയിൽ സാറിൻ്റെ ഞങ്ങളുടെയൊക്കെ സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് ഓർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ വാട്സപ്പിൽ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് റിപ്ലൈ വന്നു. സാറിനെ കുറിച്ചുള്ള പല ഓർമ്മകളും അന്നത്തെ സ്റ്റുഡൻസൊക്കെ പറയുകയുണ്ടായി. ഏതായാലും സാറ് ജീവിച്ചിരിക്കുന്നു, നമ്മളുടെ ഇടയിലുണ്ട്. എല്ലാവിധ പ്രാർത്ഥനകളിലും നിങ്ങളുടെ പ്രാർത്ഥനകളിലും സാറിന് വേണ്ടി ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഡോക്ടർ ജോർജ് തോമസിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജീവൻ TVയിലെ ശ്രീ ബാബു കളപ്പായെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ബന്ധം കൊണ്ട് എൻ്റെ കോബ്രദറാണെങ്കിലും ഞാൻ കണ്ടുമുട്ടിയ കാലം തൊട്ട് പ്രൊഫസറെ എന്ന് വിളിച്ചിരുന്ന ഒരാളാണ് ഡോക്ടർ ജോർജ് തോമസ്.
ജോർജ് തോമസ് നമ്മുടെ ഓർമ്മകളിലേക്ക് മറഞ്ഞിട്ട് 1 വർഷമായി എന്ന് ചിന്തിക്കുമ്പോൾ ഓർമ്മകളുടെ ഒരു വലിയ തിരയേറ്റം തന്നെ എനിക്ക് ഉണ്ടാകുന്നുണ്ട്. പ്രൊഫസറുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയാഞ്ജലികൾ അർപ്പിക്കുകയാണ്. തൻ്റെ കാലത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുകയും കരുത്തുറ്റ കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്ത ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ് ഡോക്ടർ ജോർജ് തോമസ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നവേദി MDF നിലവിലുണ്ട്. അതിൻ്റെ രൂപീകരണ ഘട്ടത്തിൽ പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുകയും എന്താണ് ഞങ്ങളുടെ സ്വപ്നം, അതിൻ്റെ പ്രവർത്തന പന്ഥാവ്, ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പലവരും ഞങ്ങൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ പല തലത്തിലുള്ള നീക്കങ്ങൾക്ക് ഞാൻ സഹായിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. എൻ്റെ ബന്ധുവാണ് എന്ന് ഞാൻ പറഞ്ഞു. തൃശ്ശൂർ വാഴാനി പേരപ്പാറ കുടുംബത്തിലെ ആദ്യത്തെ അളിയനാണ് ഡോക്ടർ ജോർജ് തോമസ്. അവിടെ 5 കുടുംബങ്ങളിലായിട്ട് നിരവധി പെൺമക്കളുണ്ട്, ആൺമക്കളുണ്ട്. അവരുടെയൊക്കെ ഗുരുഭൂതനായി ഏറെക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതാണ്, സ്നേഹം കൊണ്ട് മനസ്സിൽ കൂടുകെട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നെ പെണ്ണ് കാണാൻ പേരപ്പാറയിൽ നിന്ന് വന്ന സംഘത്തിലെ മുതിർന്ന കാരണവരും ഈ പറഞ്ഞ പോലെ പ്രൊഫസറായിരുന്നു. പ്രൊഫസറാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തത്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ പ്രധാന പരിപാടി ഈ ഇന്റർവ്യൂ ആണ്. അങ്ങനെയുള്ള എന്നെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യാൻ വന്നല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് കാലം ചിരിച്ചിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്. അങ്ങനെ അന്ന് തുടങ്ങിയ ഇന്റർവ്യൂ പിന്നീട് ഈ കഴിഞ്ഞ 1 വർഷം മുൻപ് വരെ ഭംഗിയായി ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ തുടർന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഈ അനുസ്മരണ ചടങ്ങ് എന്ന് പറയാൻ വയ്യ എങ്കിൽ പോലും ഈ ഓർമ്മകളുടെ ലോകത്ത് അവതരിപ്പിക്കാനായി ആഗ്രഹിക്കുകയാണ്. ജീവൻ ടിവിയെ സംബന്ധിച്ചിടത്തോളം വളരെ അടുപ്പം ഡോക്ടർ ജോർജ് തോമസ് ആയിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ MD ശ്രീ ബേബി മാത്യു സോമതീരത്തിൻ്റെ സുഹൃത്തായിരുന്നു. ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന രീതിയിൽ ഞങ്ങളുടെ MDക്ക് വലിയ ആദരവുണ്ടായിരുന്ന ഒരാളായിരുന്നു ഡോക്ടർ ജോർജ് തോമസ്. ഞങ്ങളുടെ MDയെ ഡോക്ടറേറ്റ് എടുക്കാൻ സഹായിക്കാം, അതിൻ്റെ പഠനങ്ങൾ ആരംഭിക്കണം. ഞങ്ങളുടെ MD വിനോദ സഞ്ചാര ടൂറിസം രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പോൾ അതിൽ ഒരു പഠനം നടത്താനും ഡോക്ടറേറ്റ് എടുക്കാനും സാങ്കേതികമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകാം എന്ന് പറഞ്ഞ ആളാണ് പ്രൊഫസർ. നമുക്കറിയാം, ഇപ്പോൾ വത്സ ചേച്ചി വരെ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടും ഡോക്ടറേറ്റ് എടുക്കാനും പഠിക്കാനും പറയുന്ന ഒരാൾ എന്നോടും പറഞ്ഞു ഡോക്ടറേറ്റ് എടുക്കണം. പക്ഷെ ഡോക്ടർ ബാബു ഉളപ്പായ എന്ന് പറയാൻ ഒരു സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനുവേണ്ടി മെനക്കെട്ടില്ല, മടി കൊണ്ടാണ് എന്ന് വേറെ വിഷയം. അല്ലെങ്കിൽ ഞാനും ഡോക്ടറേറ്റ് എടുത്തേനെ. ഇങ്ങനെ ചുറ്റുവട്ടത്തിലെ വിദ്യാഭ്യാസത്തിന്റെ പ്രകാശം പരത്തുകയും അതിലേക്ക് ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുകയും ചെയ്ത ഒരാളായിരുന്നു. തീർച്ചയായിട്ടും ജീവൻ ടിവിയുടെ AGM ശ്രീ സ്റ്റെയിൻസ് ജോസഫ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനും അദ്ദേഹവും താമസിക്കുന്നത് ഡോക്ടർ ജോർജിന്റെ പാലാരിവട്ടത്തിലുള്ള ഫ്ലാറ്റിലാണ്. അങ്ങനെ വ്യക്തിപരമായിട്ട് ഉള്ള ഒരു ഇഷ്ടം കൂടി ഇക്കാര്യത്തിലുണ്ട്. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നതിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകര്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സംഘടനാ പ്രവർത്തകര് എല്ലാവരുടെയും വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. വലിയ ഒരു ആത്മബന്ധത്തിന്റെ നേർസാക്ഷ്യങ്ങളായിരുന്നു ഓരോ വാക്കുകളും. ഏറ്റവും ധന്യമായ ഈ അവസരത്തിൽ പ്രിയപ്പെട്ട പ്രൊഫസറുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയാഞ്ജലി, സ്മരണാഞ്ജലി. നന്ദി, നമസ്കാരം. അടുത്തത് ശ്രീമതി സോഫിയ റഷീദ്. നമസ്കാരം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് തോമസ് ഞങ്ങൾക്ക് ഒരു സഹപ്രവർത്തകൻ എന്നല്ല, അദ്ദേഹം ഞങ്ങൾക്കൊരു വഴികാട്ടി തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ എ ജെന്റിൽമാൻ വിത്ത് എ ഹ്യൂജ് വിഷൻ എന്ന് തന്നെ പറയാം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വഴികാട്ടിയാണ്. വളരെയധികം വിഷനുള്ള ആളാണ്. ഇനിയും ഒരുപാട് ദൂരം ഞങ്ങൾക്ക് വഴികാട്ടി ആവേണ്ട ആളാണ്.
ഞങ്ങൾ MDF എന്ന് പറയുന്ന ഒരു സംഘടനയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സഹപ്രവർത്തകരായിരിക്കുകയാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടി ഞങ്ങൾ തീർച്ചയായും മുന്നോട്ട് തന്നെ ഉണ്ടാവും. ഒരുപാട് കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെയുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. ഡോക്ടർ ജോർജ് തോമസിൻ്റെ പ്രിയപ്പെട്ട വൈഫ് വത്സ ജോർജിൻ്റെ കൂടെ ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാവും. ഇനിയും മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ വിഷനും ഞങ്ങൾക്ക് കൂട്ടായി ഉണ്ടാവും. അദ്ദേഹത്തിന് നിത്യശാന്തി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തത് ഇന്നിവിടെ ഈ അനുസ്മരണത്തിൽ അദ്ദേഹത്തിൻ്റെ വേണ്ടിയിട്ട് ഓർമ്മകൾ അനുസ്മരിച്ച എല്ലാവരോടും നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് നമ്മുടെ ഡോക്ടർ ജോർജ് തോമസിൻ്റെ പ്രിയപ്പെട്ട പത്നി ഡോക്ടർ വത്സ ജോർജ് തോമസിനെ ക്ഷണിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി, രാജ്യത്തിൻ്റെ വളർച്ച, രാജ്യത്തിൻ്റെ വനിതകളിലൂടെ എന്നുള്ളത്. വനിതകളിലൂടെ എന്നുള്ളത് അദ്ദേഹം അതിൻ്റെ ആ സംരംഭ ഇതിൻ്റെ വിവിധമായ വശങ്ങൾ അദ്ദേഹം ഞങ്ങളുടെ യോഗങ്ങളിലൂടെ, ഞങ്ങളുടെ MDFൻ്റെ ഗ്രൂപ്പിലൂടെ നിരന്തരമായി സ്ത്രീ ശാക്തീകരണം എങ്ങനെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ മാറ്റം വരുത്താൻ സ്ത്രീകൾക്ക് സാധിക്കുമെന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൂടി അത് ഒട്ടനവധി പ്രാവശ്യം പ്രതിപാദിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിക്ഷനായിരുന്നു അത്. അതിന് നന്ദി കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കാണുവാൻ വന്നത് ഞങ്ങളുടെ MDFലെ പ്രിയപ്പെട്ട ഒരു അംഗമുണ്ട്, ഇടുക്കിയിലെ ചെറുതോണിയിൽ നിന്നുള്ള ശ്രീദേവി എന്ന് പറയുന്നത് CS ശ്രീദേവി. അന്ന് ഡോക്ടർ ഗാന്ധിയുടെ കൺവെൻഷനിൽ അവർക്കതിന് പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. കാര്യം അവരുടെ ഒരേ ഒരു മകളുടെ ഡെലിവറി കഴിഞ്ഞ് 3-ാമത്തെ ദിവസമായിരുന്നു. മകളെയും കുഞ്ഞിനെയും സംരക്ഷിച്ചിട്ട് കൊണ്ട് ആ അമ്മ അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ മരിച്ചു എന്ന് പറയുന്നത്. ഞാനത് വിവരം വിളിച്ചു പറഞ്ഞു, ഗ്രൂപ്പിലിട്ട് അത് കണ്ട ഉടനെ തന്നെ എന്നെ വിളിച്ചു ശ്രീദേവിയെ. വൈസാറെ, നമ്മുടെ ഡോക്ടർക്ക് എന്ത് പറ്റി? അദ്ദേഹം എന്നെ കഴിഞ്ഞ ദിവസവും കൂടി വിളിച്ചിട്ട് സ്ത്രീകള് ജോലിയിൽ വ്യാപൃതരാകേണ്ടത് അതിനെക്കുറിച്ച് വളരെ വിശദമായി എന്നോട് സംസാരിച്ചു. എന്നെ 2-3 പ്രാവശ്യം വിളിച്ചു. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു, പക്ഷെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ പോളിടെക്നിൽ ജോലി ചെയ്യുന്ന 5 വർഷത്തിനുള്ളിൽ ഒരു സർവീസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനു വേണ്ടി ഇറങ്ങണം ഡോക്ടറെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്കിനി ഡോക്ടറെ കാണാൻ പറ്റില്ലല്ലോ, എനിക്ക് ഡോക്ടറെ കാണുമ്പോൾ ആ മകളെയും കുഞ്ഞിനെയും ഇടുക്കിയിലെ ചെറുതോണിയിലെ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്തൊരു ഭവനത്തിൽ നിർത്തിക്കൊണ്ട് ഡോക്ടറെ കാണുവാൻ അവസാനമായൊരു നോക്ക് കാണുവാൻ വേണ്ടി ഇടുക്കിയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രമാത്രം ഡോക്ടറുടെ വാക്കുകളിൽ ആകൃഷ്ടരായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇന്നവര് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആകർഷണമാക്കിക്കൊണ്ട് ഞാൻ ഇതിന് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു യോഗം കൂടുമ്പോൾ അവിടെ വെച്ച് പറയാമെന്ന് ഇരുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ അനുസരണം നടത്തണമെന്ന് ഡോക്ടർ വത്സ ജോർജ് തോമസും ഇവിടെയുള്ള മറ്റൊരു പറഞ്ഞതുകൊണ്ട് ആണ് ഞങ്ങൾ ഇതിലേക്ക് തിരിഞ്ഞത്. അതുകൊണ്ട് പറയുന്നു, ഡോക്ടറുടെ ആഗ്രഹങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് അതിന് തുടക്കം കുറിച്ചുകൊണ്ട് അവിടെ 10 വനിതകൾ ചേർന്നുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ കായലോര പ്രദേശങ്ങളിലെ ഡ്രൈ സീ ഫുഡ്സും മലയോര പ്രദേശങ്ങളിലെ സ്പൈസസും ചേർന്നുകൊണ്ടുള്ള 10 പേർക്ക് മാസം 1 ലക്ഷം രൂപ വെച്ച് വരുമാനം കൊടുക്കാവുന്ന സംരംഭങ്ങൾ 10 പേർ പേർന്ന് തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ. അത് ഞങ്ങൾ മുഴുവൻ പ്രദേശങ്ങളിലും വരുന്ന ജൂലൈ 4-ന് ശേഷം ഞങ്ങൾ ഇത് തുടങ്ങും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ ഡോക്ടർ ജയേഷിന്, അദ്ദേഹം അങ്ങോട്ട് പോയി എന്നറിയില്ലല്ലോ, ഡോക്ടർ ജയേഷ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. അതുകൊണ്ട് നമ്മുടെ ഡോക്ടർ ജോർജ് തോമസിന്റെ അദ്ദേഹം ഇവിടെ പറഞ്ഞു, പലരും അദ്ദേഹത്തിന്റെ കോബ്രദർ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ മേഖല അദ്ദേഹത്തിന് പ്രാവുണ്ട്. SSLCക്ക് ഫസ്റ്റ് റാങ്ക്, അന്നത്തെ പ്രീ ഡിഗ്രിയാണ്, പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക്, ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക്, PGക്ക് ഫസ്റ്റ് റാങ്ക്, ഫിലോസഫി അയാൾ ഡോക്ടറേറ്റ് എടുത്തപ്പോഴും ഫസ്റ്റ് റാങ്ക്. അതാണ് ഡോക്ടർ ജോർജ് തോമസ്. ആ ഡോക്ടർ തോമസിന്റെ താങ്ങും തണലുമായി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ പ്രൊഫസർ
ജോർജ് തണങ്ങാടൻ മഹാരാജാസ് കോളേജിൽ അദ്ദേഹത്തിന്റെ സഹപാഠി ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഡോക്ടറെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാദരം ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോർജ് തണങ്ങാടൻ. ഞാൻ എറണാകുളം മഹാരാജാസിൽ വെച്ചാണ് സാറിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ അവിടെ ഒരു ഗുരുവന്ദനം എന്നൊരു വലിയ പ്രോഗ്രാം നടത്തിയിരുന്നു. ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാം ആയിരുന്നു അത്. അതോടൊപ്പമാണ് സാറിനെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അവിടെ വെച്ച് തുടങ്ങിയ ആ ബന്ധം സാറിൻ്റെ അവസാന നാളുകൾ വരെ സാറിനോടൊപ്പം ഉണ്ടായിരുന്നു. സാറ് അവസാനം പാലക്കാട്ടിൽ വെച്ചാണ് മരിക്കുന്നത്. പാലക്കാട്ടേക്ക് പോകുന്ന എൻ്റെ വീട്ടിൽ നിന്നാണ്. വീട്ടിലൊരു ദിവസം താമസിച്ചിട്ടേക്കാണ് സാർ പോയത്. അപ്പോൾ അന്ന് മുതൽ സാറിൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ അധികമായി കണ്ടിട്ടുള്ളത് ഭയങ്കര ഡെഡിക്കേഷനാണ്. ഒരു കാര്യം ഏർത്തി കഴിഞ്ഞാൽ സാർ പിന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കും, മാറുന്ന പ്രശ്നമില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ഉപദേശങ്ങളും ഭയങ്കരമായിരുന്നു. ഓരോ കാര്യങ്ങൾക്കും സാറിൻ്റെ കോർഡിനേഷൻ, സാർ തരുന്ന അഡ്വൈസസ് ഒക്കെ വളരെ 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 ഓർക്കേണ്ടുന്ന സംഭവങ്ങളായിട്ട് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട്. എൻ്റെ കൂടെ സാറിനോടൊപ്പം തന്നെ ഒരു നിഴലായി നടന്നിരുന്ന ശ്രീ സജീവ് കരുണാകരനുണ്ട്, അഡ്വക്കേറ്റ് സണ്ണിയുണ്ട്. അപ്പം ഇവരെല്ലാവരും ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു. അവിടെ കോളേജിൻ്റെ ചരിത്രം മാറ്റിയിരുന്ന തരത്തിൽ അലൂമിനി ഓഫ് മഹാരാജാസ് കോളേജ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കാൻ തന്നെ അത് കാരണമായി തീർന്നിട്ടുണ്ട്. വലിയ സംഭവങ്ങളാണ് അതോടൊപ്പം പിന്നീടുണ്ടായത്. കോളേജിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. വലിയ പ്രോഗ്രാംസ് അവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതോടൊപ്പം അതിലെല്ലാം സാറിൻ്റെ സാന്നിധ്യം, സാറിൻ്റെ സഹകരണം, സാറിൻ്റെ സ്നേഹം, സാറിൻ്റെ നേതൃപാഠവും എല്ലാം ഞങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു നഷ്ടത്തിൽ ഞങ്ങൾക്ക് ദുഃഖം തോന്നുന്നത് വത്സചേച്ചിയോടും മോളോടും ഒക്കെയാണ്. അവർക്ക് കൂടുതൽ ധൈര്യം കൊടുക്കട്ടെ, ദൈവം അവരെ എപ്പോഴും കാത്തുരക്ഷിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തത് നമ്മുടെ ഡോക്ടർ ജോർജ് തോമസിന്റെ സ്വന്തം സഹചാരിയെ പോലെ കൂടെ ഉണ്ടായിരുന്ന, ബാംഗ്ലൂരിൽ അദ്ദേഹം ഡി ജോൺസ് കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസിന്റെ പ്രിൻസിപ്പളായിരിക്കുന്ന തൊട്ട് എറണാകുളം ചൈന ബേഴ്സിലെ മാനേജ്മെന്റ് കോളേജിൽ വിസിറ്റർ ഡീനായിരിക്കുമ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന പറവൂരിലെ ലയൺസ് കോളേജിന്റെ പ്രിൻസിപ്പൾ ശ്രീ ഗോപൽ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ ജോർജ് തോമസ് സാറിൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ, കൂടെ ഫാമിലി മെമ്പേഴ്സ്, നാട്ടുകാർ, അങ്ങനെ പല രീതിയിൽ പല തരത്തിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച ആൾക്കാരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളൂ, അതായത് ബെഞ്ചിലും അല്ലെങ്കിൽ ക്ലാസ് റൂമിലിരുത്തി പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളൂ. എൻ്റെ ആദ്യത്തെ അക്കാഡമിക് ജോബ് ജോർജ് തോമസ് സാറിൻ്റെ താഴെയായിരുന്നു. ഞാൻ ടി ജോൺ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അല്ലെങ്കിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ജോർജ് തോമസ് സാർ ഇവിടെ പ്രിൻസിപ്പളായി വന്നു. ഒരു പക്ഷേ എൻ്റെ കരിയറും ജീവിതവും മാറ്റിമറിച്ചത് അദ്ദേഹമായിട്ടുള്ള പരിചയവും സൗഹൃദമായിരുന്നു. ഇപ്പോൾ ഇത്തരം ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ജോർജ് തോമസ് സാറിനെ പറ്റിയ ഒരു ബുക്ക് എഴുതാനുള്ള അത്ര വിവിധ അനുഭവങ്ങളുണ്ടാവും. ആ വിവിധ അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ജോർജ് തോമസ് അത്രയും വൈവിധ്യമുള്ള ഒരാളായിരുന്നു. ഏത് കാര്യത്തിനെ പറ്റി സംസാരിക്കാനും ഏത് തരത്തിലുള്ള ആളുകളായിട്ട് ഇടപെടുവാനും എല്ലാവരെയും ഒരു ഉപാധികളും ഇല്ലാതെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾക്ക് GT എന്നാണ് ഞങ്ങൾക്ക് വിളിക്കാം. 2003 ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുന്നത് ആദ്യം. 2023 അദ്ദേഹം ഫിസിക്കലി നമ്മുടെ ഇടയിൽ നിന്ന് ആബ്സെൻ്റ് ആയത്. പക്ഷെ നമ്മുടെ മനസ്സിൽ കൂടുതൽ ശക്തിയോടെ അദ്ദേഹമുണ്ട്. ഞാൻ മേ ബി കൂടുതൽ പ്രൊമോഷൻ മേടിക്കണമെന്നും MPhil PhD പോലുള്ള കാര്യങ്ങൾ നേടണമെന്നും ഒരു കോളേജിൻ്റെ മേ ബി 40 വയസ്സിൻ്റെ തുടക്കങ്ങളിൽ തന്നെ ഒരു കോളേജിൻ്റെ ഡയറക്ടറായി മാറണമെന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടുമായിട്ടൊരു വ്യക്തിയായിരുന്നു ഡോക്ടർ GT. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മനസ്സിലാവണം, ഒരു അധ്യാപകന് എന്ത് ചെയ്യാൻ പറ്റും? 100 കണക്കിന് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും, അല്ലേ? നമ്മുടെ മനസ്സിൽ ആ അധ്യാപകൻ്റെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ ശരികളുണ്ടോ,
എന്തൊക്കെ തെറ്റുകളുണ്ടോ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആ നൂറുകണക്കിന് വിദ്യാർത്ഥികളിലേക്ക് അത് എത്തിക്കാൻ ഒരു അധ്യാപകന് പറ്റും. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്നെ പോലെ കുറേ അധ്യാപകരെ വളർത്തിയെടുക്കാൻ അദ്ദേഹം ചെയ്തത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിൽ ഓരോ അധ്യാപകനും ഇതുപോലെ നൂറുകണക്കിന് കുട്ടികളിലേക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഞങ്ങളെ എക്യുപ്പ് ചെയ്യലാണ് ആക്ച്വലി അദ്ദേഹം ചെയ്തത്. അപ്പോൾ ടീച്ചർമാരുടെ ടീച്ചറായിരുന്നു ഡോക്ടർ JT. ഞങ്ങൾ ഓഫ്കോഴ്സ് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ 2 മാസം കൂടുന്ന സമയത്ത് കാണാറുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു കൊല്ലമായി ഒരു 5ഓ 6ഓ തവണയെങ്കിലും ഞങ്ങൾ എൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹം വന്നിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ മിനുമോളോട് അത് ഷെയർ ചെയ്യാറുണ്ട്. കാരണം ആ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഉറ്റവർക്കും ഉടയവർക്കും ആക്ച്വലി ഇതിലും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം വേറെയില്ല. പക്ഷെ ഫിസിക്കലി നമ്മുടെ കയ്യിൽ നിന്ന് ആബ്സെൻ്റ് ആയെന്നേ ഉള്ളൂ അദ്ദേഹം. നമ്മുടെ മനസ്സിൽ പൂർവാധീന ശക്തിയോടുകൂടി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ബലത്തിലാണ് ആക്ച്വലി മിനുമോളാണെങ്കിലും വത്സാൻഡി ആണെങ്കിലും എന്നെപ്പോലുള്ള അദ്ദേഹത്തിൻ്റെ ശിക്ഷകണങ്ങളാണെങ്കിലും ഒക്കെ മുന്നോട്ട് പോകുന്നത്, ഒരുപാട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ആക്ച്വലി ഞങ്ങൾക്കുള്ളതുകൊണ്ട് മാത്രമാണ്. കൂടുതൽ പറയണില്ല, പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെ പറയാനുള്ള കാര്യങ്ങളുണ്ടാവും. എന്തായാലും സാറിനെ പറ്റി അനുസ്മരിക്കാൻ ഒഫീഷ്യലി എല്ലാ ദിവസവും നമ്മൾ ഓർമ്മിക്കും അദ്ദേഹത്തിനെ. അല്ലാതെ ഫോർമലായിട്ട് ഇങ്ങനത്തെ ഒരു ചടങ്ങിൽ വന്നതിലും നിങ്ങളെല്ലാവരും കാണാനും 2 വാക്ക് പറയാനും നിങ്ങൾ പറയണ കേൾക്കാനും സാധിച്ചതിൽ ഒരവസരം ഒരുക്കി തന്നതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ഒരു കാര്യം പറയട്ടെ, ഞാൻ ആക്ച്വലി ആദ്യം വന്നത് സാറിൻ്റെ അടുത്തേക്കാണ്, സാറിന് അടക്കിയ സ്ഥലത്തേക്കാണ് വന്നത്. ഞാനിവിടെ ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നിരുന്നു. അപ്പോൾ അവിടെ വന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് ഇത് ആരാണ്, അപ്പച്ചനാണോ മോൻ്റെ എന്നാണ്. അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്നെ അറിയില്ല, എനിക്ക് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചത് അപ്പച്ചനാണോ മോൻ്റെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ ഞാനവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ, എൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് എന്ന് ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മനസ്സിൽ അദ്ദേഹം എൻ്റെ അച്ഛൻ തന്നെയാണ്. അത് ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് പോലും അത് മനസ്സിലാക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ എൻ്റെ മോള് കിട്ടിയുള്ള അനുഗ്രഹം. താങ്ക് യു. അടുത്തായിട്ട് ജയേഷ് സാറിനെ ഞാൻ വീണ്ടും ഒന്നുകൂടെ ക്ഷണിക്കുന്നു. ജോർജ് സാറിൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഈ വിശുദ്ധ വേദികയിലെത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെയും മലനാട് TVയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. മലനാട് TVയും ജോർജ് സാറും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ, പത്തനാപുരത്ത് ഞങ്ങളുടെ ഒരു വാർഷിക ഒരു മാധ്യമം സാമൂഹ്യമായിട്ട് ഇടപെടുന്ന ഒരു മാധ്യമത്തിൻ്റെ രീതികൾ മനസ്സിലാക്കുകയും ഷെഖി സാറ് അന്ന് മുതൽ ഇന്ന് വരെ മലനാട് TVയോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഷെഖി സാറ് ജോലി ചെയ്ത സ്ഥാപനത്തിലെ പ്രിൻസിപ്പലായിരുന്ന മേഡവുമായിട്ട് എന്നെ പരിചയപ്പെടുത്തുകയും അന്ന് കുമളിയിലെ ആ കോളേജിൽ ചില പരിപാടികളിൽ ഞാൻ പങ്കെടുക്കാനായിട്ട് എത്തുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ എറണാകുളത്ത് സ്റ്റുഡിയോ ആരംഭിച്ചപ്പം തമ്മനത്തെ സ്റ്റുഡിയോയിൽ മേഡവും ഷെഖി സാറും കൂടെ ഒരു ദിവസം കടന്നു വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ജീവകാരുണ്യ വാർത്താ ചാനൽ എന്നുള്ള ഒരു ജോണറിൽ നിന്നുകൊണ്ട് ഒരു മാധ്യമം പ്രവർത്തിക്കുമ്പോൾ ആ മാധ്യമത്തിനുള്ളിൽ എനിക്ക് ഒരുപാട് പ്രവർത്തിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ജോർജ് സാറ് ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ വീക്ഷണം, അദ്ദേഹം ഒരുപാട് ഞാനും ഷെഖി സാറും അദ്ദേഹം കൂടെ ചേർന്നുകൊണ്ട് പുതിയ ഒത്തിരി പദ്ധതികൾ അന്ന് കോവിഡിന് മുമ്പ് തമ്മനം സ്റ്റുഡിയോയിൽ ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തു. അതിലൊന്ന് ഒരു മീഡിയ കോളേജായിരുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ലോജിസ്റ്റിക് കോളേജും കൂടെ തുടങ്ങുന്നതിന് വേണ്ടിയും ഞങ്ങൾ ഒന്നിച്ചൊരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയായി വന്നപ്പോഴാണ് കോവിഡ് കടന്നു വന്നത്. അന്നത് നടന്നില്ല. അതിനുശേഷം ജീവകാരുണ്യവുമായി ബന്ധപ്പെട്ട്, പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, സാമൂഹ്യ സേവന മേഖലയിൽ, പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ ഒരു നവോത്ഥാനം കൊണ്ടുവരുവാൻ എൻ്റെ കയ്യിലൊരു പദ്ധതിയുണ്ട്, നമുക്കൊന്നിരിക്കണം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷമാണ് മൈ ഡ്രീം ഫോറം എന്ന പദ്ധതി അദ്ദേഹം ആരംഭിക്കുന്നത്. കോവിഡിൻ്റെ 2 വർഷത്തെ പ്രഹരത്തിന് ശേഷം ഞങ്ങളുടെ ചാനലിൻ്റെ സ്ട്രീമിംഗ് നിലച്ചുപോയി. ആ സമയത്തുള്ളൊരു ഗ്യാപ്പിലാണ് അദ്ദേഹം ഈ നമ്മുടെ മൈ ഡ്രീം ഫോറം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലനാട് TVക്ക് അന്ന് അതുമായിട്ട് സഹകരിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പം മൈ ഡ്രീം ഫോറത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ആശയത്തോട്
പൊരുത്തപ്പെട്ട് നിന്ന നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ 1ാമത്തെ വാർഷികം നമ്മളിവിടെ ആചരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം ശാരീരികമായ സാന്നിധ്യം കൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം നമ്മളെല്ലാവരും ഇന്ന് നമ്മളുടെ ഇടയിൽ അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയുകയാണെങ്കിൽ മൈ ഡ്രീം ഫോറം ഇന്ന് മുതൽ 1ാമത്തെ വാർഷികത്തിൽ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. മൈ ഡ്രീം ഫോറം അദ്ദേഹം ആഗ്രഹിച്ചത് എങ്ങനെയാണോ എൻ്റെ സ്വപ്ന പദ്ധതിയാണ്. ആ സ്വപ്ന പദ്ധതി എങ്ങനെയാണോ അദ്ദേഹം ചിന്തിച്ചിരുന്നത്, ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മൈ ഡ്രീം ഫോറത്തെ ഉയർത്തുവാൻ മേഡത്തിനും അതിനോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും ശക്തി പകരുവാൻ നമുക്കാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം മലനാട് ടിവിയും മൈ ഡ്രീം ഫോറം എന്നുള്ള പേരിൽ തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ഈ പൊതുപ്രവർത്തനങ്ങൾ, നിങ്ങളുടെ സാമൂഹ്യ സേവന സന്നദ്ധതയാർന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ ഒരു മീഡിയ പ്ലാറ്റ്ഫോം മലനാട് ടിവിക്ക് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് മേഡമായി സംബന്ധിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും ഞങ്ങളുടെ വളരെ വേഗത്തിലുള്ള ഈ പ്രിയപ്പെട്ട സാറിൻ്റെ വിയോഗത്തിൽ എല്ലാവിധമായിട്ടുള്ള അഗീതവുമായിട്ടുള്ള ഞങ്ങളുടെ ആദരാഞ്ജലികൾ ഇവിടെ അർപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഒട്ടനവധി പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിൻ്റെ എല്ലാവർക്കും കൂടെ എത്താൻ കഴിഞ്ഞില്ല. എങ്കിലും ഞങ്ങളുടെ എല്ലാ ടീം മലനാട് ടിവിയുടെയും ആദരാഞ്ജലികൾ ഞാൻ എന്നിലൂടെയും ഈ ഒരു സാഹചര്യത്തിൽ മൈ ഡ്രീം ഫോറത്തിന് വേണ്ടിയും ഞാൻ സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. നമുക്കപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ MDF എന്ന് പറയുന്ന ഡോക്ടറുടെ ഡ്രീം സാക്ഷാത്കരിക്കാമെന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചത് ഒന്നും കൂടി നമുക്ക് ഓർമ്മ പുതുക്കിക്കൊണ്ട് തീരുമാനമെടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ജോർജ് സാറുമായിട്ട് ഞാൻ ചെറുപ്പം മുതലുള്ള പരിചയമാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ അയൽവാസികളാണ്. ആ ബന്ധം വലുതാവും തോറും അത് വളർന്നുകൊണ്ടിരുന്നു. പിന്നെ കുറേ കാലമായിട്ട് സാർ ഇവിടെ ഉണ്ടായിരുന്നില്ല, ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് തിരിച്ചു വന്ന് ഞങ്ങൾ കൂടുതൽ അടുക്കുകയും അദ്ദേഹത്തിൻ്റെ കഴിവുകളെല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തോട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ബന്ധപ്പെട്ടിരുന്ന സമയത്തൊക്കെ ഈ ലോകത്ത് എന്താണ് അറിവ് എന്ന് എനിക്ക് മനസ്സിലായത് ജോർജ് സാറിനോട് സംസാരിക്കുമ്പോഴാണ്. ഏത് കാര്യത്തെക്കുറിച്ചാണ് അറിവില്ലാത്തത് എന്നാണ് ജോർജ് സാറിനെ കുറിച്ച് ചോദിക്കേണ്ടത്. അത്രയധികം ഒരു നിഘണ്ടുവ അല്ലെങ്കിൽ ഒരു സർവ്വവിജ്ഞാന കോശം തന്നെയാണ് നമ്മുടെ ജോർജ് സാർ. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും അത് പ്രാക്ടിക്കലായിട്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം. ലോക രാജ്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ ആ ലോകരാജ്യങ്ങളിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസം നടക്കുന്നത്, അവിടുത്തെ എങ്ങനെ കൾച്ചർ നടക്കുന്നത്, ഒരു ചെറിയ രാജ്യത്തെക്കുറിച്ചും അദ്ദേഹം വളരെ ഗഹനമായിട്ട് പഠിക്കുകയും അത് നമ്മുടെ രാജ്യത്ത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്രയധികം വായനശീലവും ഇന്റർനെറ്റൊക്കെ വരുന്നത് ഇന്റർനെറ്റിൽ തന്നെയായിരുന്നു പുള്ളി എന്ന് തോന്നുന്നു. അത്രയധികം അതുമായിട്ട് വേൾഡുമായിട്ട് തൻ്റെ മുറിയിലിരുന്നുകൊണ്ട് ബന്ധപ്പെടാനായിട്ട് അദ്ദേഹം സാധിച്ചിരുന്നു. ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോർജ് സാറ് ഒരാശയം, നമ്മളുടെ അന്ന് ഇവിടെ ആസ്പിരൻസ് ഹൗസാണ്, കണ്ടമാനം ബിൽഡിങ്ങുകളെല്ലാം വെറുതെ കിടക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ജോർജ് സാർ എന്നോട് ചോദിച്ചു, ഇവിടെ എന്തുകൊണ്ട് ഒരു അച്ഛന്മാർക്ക് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിക്കൂടാ? ഇത്രയധികം സ്ഥലങ്ങളും ഇത്രയധികം സ്റ്റാഫും ഇത്രയധികം അച്ഛന്മാരും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിക്കൂടാ എന്നുള്ള ഒരു ആശയം ഞാനുമായിട്ട് പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഉത്തരവാദിത്വമുള്ള വൈദികരുമായിട്ടൊന്ന് സംസാരിച്ച് അതിന് വേണ്ട സഹായങ്ങൾ ഞാൻ ചെയ്യാം എന്നുള്ള ഒരു വാഗ്ദാനം എനിക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഈ ലോസ് ആൻഡസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിനു മുമ്പ് ഞാൻ പല അച്ഛന്മാരെയും ബന്ധപ്പെട്ടെങ്കിലും അവരൊന്നും അത്രയധികം താല്പര്യം കാണിച്ചത്. പക്ഷേ ഇവിടുത്തെ അവസാനം ഞാൻ ഇവിടുത്തെ സുപ്പീരിയർ ആന്റണി പൊൻവേലിയച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ജോർജ് സാർ ഇങ്ങനെ ഒരു ആശയം എന്നെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് ഒന്ന് പരിഗണിച്ച് അത് ഏത് വിധത്തിൽ നടപ്പാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം, ഒന്ന് സാറുമായിട്ടൊന്ന് ബന്ധപ്പെടണം എന്ന് പറഞ്ഞ എൻ്റെ വെളിച്ചത്തിൽ പൊൻവേലിയച്ഛൻ ഞാനും കൂടി ജോർജ് സാറിനെ വന്നു കാണുകയും വത്സമേടത്തിൻ്റെ ഒപ്പം ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു രൂപം കൊടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ലോസ് ആൻഡസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ പേര് ഇവിടുത്തെ വൈദികരാണ് ഇട്ടതെങ്കിലും അതിൻ്റെ അടിസ്ഥാനം ജോർജ് സാറാണ് ഇട്ടത്.
അതിനുശേഷം അദ്ദേഹം വളരെയധികം വെബിനാറുകളൊക്കെ നടത്തിയുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി. അതിൻ്റെ അകത്ത് അന്ന് ഞാൻ പറഞ്ഞ ഒരു വാചകം, അദ്ദേഹം വെബിനാറുകളിൽ പറഞ്ഞിരുന്ന ഒരു വാചകം ഞാൻ ഓർക്കുകയാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈദികർ നടത്തുന്നത് കൊണ്ട് തന്നെ അത് വേൾഡിൽ അറിയപ്പെടുന്ന ഒരു നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറും എന്ന് അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായി. അദ്ദേഹം ഉത്കർഷിച്ചതുപോലെ അത്രയും കൂടെ വളരാൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് 350ഓളം ജർമ്മൻ സ്റ്റുഡൻസ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ചവർ കുറേ പേര് പുറത്തേക്ക് പോയി, അവർ രക്ഷപ്പെട്ടു. അവർ നഴ്സിംഗ് മേഖലയിൽ അവരിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജോർജ് സാറിൻ്റെ ഒരു സ്വപ്നം പയ്യെ 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 പൂവണിഞ്ഞ് അത് കായ്ഫലം നന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ ലോസ് ആൻഡസിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആ കുടുംബത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വീണ്ടും പറയാൻ വേണ്ടി കണ്ടമാനം കാര്യങ്ങളുണ്ട് സാറിനെ കുറിച്ച് പറയാനായിട്ട്. പക്ഷേ ഞാൻ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഏതായാലും സാറ് വളരെ ഒരു ഉൾക്കാഴ്ചയുള്ള വ്യക്തിയായിരുന്നു. തീർച്ചയായിട്ടും അത് ഉൾക്കാഴ്ച മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ല, അത് പുറത്തേക്ക് പിടിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് സംഗ്രഹിക്കാനും അദ്ദേഹത്തിൻ്റെ ആ ആവിഷ്കാര എങ്ങനെയാണ് പുള്ളിക്കത് ആവിഷ്കരിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഇന്നത്തെ സംഭവത്തോടുകൂടിയാണ് ജോർജ് സാറിനെ കുറിച്ച്, ജോർജ് സാറിൻ്റെ സുഹൃത്ത് വലയങ്ങളും അദ്ദേഹം ഏതൊക്കെ മേഖലയിൽ ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നും മനസ്സിലാക്കിയത് ഇന്ന് ഈ നിമിഷമാണ്. ഇനിയുണ്ട് കണ്ടമാനം ആളുകൾ ഇവിടെ വരാൻ പറ്റാത്തവര്. അദ്ദേഹം പല CIമാരും SIമാരും അങ്ങനെ തുടർന്ന് കമ്മീഷന്മാരും മന്ത്രിമാരടക്കം കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിമാരടക്കം എല്ലാവരും അദ്ദേഹമായിട്ട് സൗഹൃദം പുലർത്തിയിരുന്നതാണ്. ഞാൻ ഏറ്റവും ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കണം. അദ്ദേഹം ഒരു അവാർഡ് ജേതാവായിരുന്നു. നാഷണൽ അംബേദ്കർ അവാർഡ് എഡ്യൂക്കേഷൻ ലെവലിലുള്ള ഒരു അവാർഡാണ്. അത് നേടിയ വ്യക്തിയാണ്. അതുമായിട്ടാണ് ഞങ്ങൾ കൂടുതൽ സാറുമായിട്ട് ബന്ധപ്പെടാൻ വരാം. അദ്ദേഹത്തിന് ഞാൻ മതബോധന അധ്യാപകനാണ്. ഞങ്ങളുടെ ആലോചനയിൽ അദ്ദേഹത്തിനൊരു അനുമോദനം കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ പള്ളി അങ്കണത്തിൽ തന്നെ, പള്ളി അൾത്താരയിൽ തന്നെ ഒരു അനുമോദന സദസ്സൊരുക്കി അദ്ദേഹത്തിനെ അനുമോദിക്കുകയുണ്ടായി. അന്നാണ് ശരിക്കും ഈ ജോർജ് സാർ എന്ന വ്യക്തി ശരിക്കും ഒരു ദൈവ ഭക്തനായിരുന്നു. അത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നത് ഏത് വിധത്തിലാണ്? ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ അറിവുകൾ എങ്ങനെ നേടാൻ കഴിഞ്ഞുവെന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായത്. അത് വളരെയധികം പ്രചോദനകരമായിരുന്നു. ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ അത് വളരെ മോട്ടിവേഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് ഒരു ആദരവും കൊടുക്കാനായിട്ട് കഴിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. മതബോധന കേന്ദ്രത്തിൻ്റെ പേരിൽ പോലും ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, മതബോധന കേന്ദ്രത്തിൻ്റെ പേരിൽ മാഡത്തിനും മോൾക്കും അനുശോചനം ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സന്ദർഭം ദുഃഖകരമാണെങ്കിലും ദുഃഖഭാരമായ ദിവസമാണെങ്കിലും വളരെ സന്തോഷമുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് സംസാരിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് ഒരു എൻ്റെ വീക്ഷണം എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞാലും സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മളിത് കൺക്ലൂഡ് ചെയ്യാൻ പോകണമെന്ന് ഞാൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിയോണ്ട് പോളിറ്റിക്സ്, ബിയോണ്ട് റിലീജിയൻ. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഡോക്ടർ ജോർജ് തോമസിന്റെ ബന്ധങ്ങൾ അദ്ദേഹം 1977 കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എറണാകുളം ജില്ലയിൽ മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ അന്നത്തെ കേരളത്തിലെ പിന്നീട് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ K. കരുണാകരൻ പോലും വിളിച്ചിരുന്നത് ഡൈനാമിക് ലീഡർ ഓഫ് സ്റ്റുഡൻറ് പോളിറ്റിക്സ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ മ്ലേച്ഛത പലർക്കും അറിയാം. പല മേഖല സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ഒരുപാടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ കണ്ണിലെ കരടായിരുന്നു. കാര്യം സത്യത്തിന് വേണ്ടിയിട്ട്, നീതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരന വിദ്യാർത്ഥിയായ രാഷ്ട്രീയ നേതാവായിരുന്നു. അന്ന് ഞാൻ കൊച്ചിൻ സിറ്റി KISUവിന്റെ പ്രസിഡന്റായിരുന്നു.
ഞാൻ സെരാബസ് കോളേജ് യൂണിയനിലെ തൊട്ടടുത്ത കോളേജ് യൂണിയൻ സെക്രട്ടറിയുമാണ്. ഇദ്ദേഹം RGS കോളേജിൽ പഠിക്കുന്നു. ഞങ്ങളൊക്കെ ആ സമയം തൊട്ട് ഒട്ടനവധി കാര്യം ആലോചിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഡോക്ടർ ജോർജ് തോമസിലൂടെയാണ്. കാര്യം SSLCക്ക്, PDക്ക്, ഡിഗ്രിക്ക്, PGക്ക് തുടങ്ങി സകല മേഖലകളിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവ്, തൻ്റെ വിദ്യാഭ്യാസത്തിൽ പ്രാവീണ്യം നേടി മറ്റുള്ളവർക്ക് മാർഗദർശിയായിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവ്, എല്ലാവരും ആദരിക്കുന്ന ഒരു വിദ്യാർത്ഥി നേതാവ്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ സ്വഭാവ രീതിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ തീരുമാനിച്ചപ്പോൾ അന്ന് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിരുന്ന AR അന്തുലെ നേരിട്ട് അദ്ദേഹത്തിന് K. കരുണാകരനോട് പറഞ്ഞു, മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം തുടങ്ങാൻ അനുവദിക്കാൻ ഞാൻ അനുവാദം കൊടുക്കുന്നു, എനിക്ക് എൻ്റെ സംസ്ഥാനത്ത് ആവശ്യമുണ്ട് ഡോക്ടർ ജോർജ് തോമസിനെ എന്ന് പറഞ്ഞ് അവിടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടത്താല് നിർബന്ധിച്ച് മേടിച്ചു കൊടുത്ത് മഹാരാഷ്ട്രയിൽ പോയി, ബോംബെയിൽ പോയി പിന്നീട് വിദ്യാഭ്യാസം തുടങ്ങിയത്. അത് കഴിഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് വിദ്യാഭ്യാസ മേഖലയിലായി. ലാസ്റ്റ് സാർക്കേഷൻ വിദ്യാഭ്യാസ മേഖലയിലെ ഉപദേശമായി. അങ്ങനെ വിദ്യാഭ്യാസത്തിന് സകല മേഖലകളിലും അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് പോകുന്ന വഴിയിലേക്ക് ഒട്ടനവധി ശിക്ഷകണകളെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ടീച്ചർ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി. ആരെയും വളർത്തുവാൻ പ്രചോദിക്കാൻ അവന്റെ ഉള്ളിൽ കിടക്കുന്ന സർഗാത്മകത തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് പ്രചോദനം നൽകി തൊട്ടുണർത്തി വളർത്തി മുമ്പിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ അതിനുശേഷം ഒരു 30 വർഷത്തിന് ശേഷം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവിചാരിതമായിട്ടാണ് ഞാൻ അവിടെ വേറൊരു കാര്യത്തിന് ചെന്നു, അദ്ദേഹം വേറൊരു കാര്യത്തിന് അവിടെ വരുന്നു. അവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഞാൻ മേടിച്ചിരുന്ന ഫോൺ നമ്പർ ഞാൻ സൂക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് MDFനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആ MDFന് വളരെ ഡീപ്പായിട്ടുള്ള അതിന്റെ ഇന്നർ ഡെപ്ത് എന്ന് പറയുന്നത് വളരെ കാൽക്കുലേറ്റീവായിട്ട് മെഷർ ചെയ്ത് അതിനെക്കുറിച്ചുള്ള അഡ്വൈസ് തന്നിരുന്ന ഡോക്ടർ ജോർജ് തോമസ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ സ്വപ്നത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ കേരളത്തിലെ ഗ്രാമങ്ങളിലുള്ള സ്ത്രീകളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് സമ്പദ്ഘടനയെ മാറ്റം വരുത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്, ഞാൻ ഇവിടെ നേരത്തെ യോഗങ്ങളിൽ പറഞ്ഞതാണ്, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ തീരുമാനിച്ചിരുന്നത് ഇവിടെ നേവിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് കേരളത്തിന്റെ ടൂറിസത്തിന്റെ ഉൾക്കാഴ്ച ഇന്ത്യയിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഗവൺമെന്റുകൾക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ അതിൻ്റെ ഒരു മാപ്പ് തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. 1 വർഷം കൊണ്ട് കേരളത്തെ മാറ്റിയെടുക്കുവാൻ ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ MDFുമായി ചർച്ച ചെയ്ത് വരുമ്പോൾ ഇതിലുള്ളിരിക്കുന്ന എല്ലാവരുടെയും സഹകരണം വേണമെന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് വിരൽ ചൂണ്ടിയത്. അത് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ദിവസം ഞാൻ വളരെ അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു, ഒരു നേരം എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ കാണാൻ ഒരു കണ്ണുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ പല ദിവസം കേട്ടു, എനിക്ക് ഡോക്ടറെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടുക്കിയിലെ ചെറുതോണിയിൽ തൻ്റെ മകളെയും 3 ദിവസം മകൾ പറ്റ കുഞ്ഞിനെയും 3 ദിവസമായി അവിടെ ഒറ്റക്കൊരു വീട്ടിൽ നിർത്തിക്കൊണ്ട് അവിടെ വിധവയായ അമ്മ ഇവിടെ വന്ന് ഡോക്ടറെ വന്ന് കണ്ടിട്ട് വെളുപ്പിന് 3 മണിക്ക് ചെറുതോണിയിൽ ഒറ്റയ്ക്ക് എത്തുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഡോക്ടറുടെ കാഴ്ചപ്പാടില് ഇവിടുത്തെ ജനങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ ഒന്ന് ചർച്ച ചെയ്യും ഒരുമിച്ചിരുന്നുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ MDFിലേക്ക് പോകുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ഡോക്ടറുടെ കുടുംബത്തിന്റെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹകരണം വേണം. അതുകൊണ്ടാണ് ബിയോണ്ട് പൊളിറ്റിക്സ്, ബിയോണ്ട് റിലീജൻ, ഞങ്ങളുടെ ഇതിലുള്ള സകല മത പണ്ഡിതന്മാരുണ്ട്, സകല രാഷ്ട്രീയ, ഞങ്ങളുടെ നാഷണൽ ചെയർമാൻ പോലെ ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് വിപരീതമായ രീതിയിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഡോക്ടർ ജോർജ് തോമസിന്റെ ഒരു വിഷനായിരുന്നു അദ്ദേഹത്തിനെ അംഗീകരിച്ചുകൊണ്ട് മുമ്പിലേക്ക് പോകണമെന്ന്. കാരണം അദ്ദേഹത്തിലെ ഉള്ളിലുള്ള വാസനയും നല്ല ശരിയുടെ വശത്തു കൂടി കാണുന്ന മനുഷ്യനെ കണ്ട് തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ വാക്ക്. അതുകൊണ്ട് തന്നെയാണ് പലരും എന്നോട് ദേശീയ ചെയർമാൻ ആകണമെന്ന് വന്ന് തൊട്ടടുത്തിരുന്ന ഐഷ ഉൾപ്പെടെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അതല്ല മോഹൻ ഐസ സാർ ഉണ്ട് നമുക്ക് നാഷണൽ ചെയർമാൻ, ഡോക്ടർ ജോർജ് തോമസ് ചൂണ്ടിക്കാണിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഒരു വാക്ക് പറയുകയാണത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മുമ്പിലേക്ക് സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം വേണമെന്നും. ഇവിടെ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ഗഫൂർക്ക, ഹസ്ബൻഡിൻ്റെ ജോർജ് സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും നമ്മുടെ ലുലുമാൾ ഗ്രൂപ്പിൻ്റെ യൂസഫ് അലി സാറിൻ്റെ അളിയനും കൂടിയാണ്. ഒരുപാട് കാലം ഒരുമിച്ചുണ്ടായിരുന്നു. പറവൂര് SNGS കോളേജ് മുതൽ അങ്ങനെ കുറേ കാലങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരുമിച്ച് മുന്നോട്ട് പോയി, ഒരു ദിവസം പോലും വിളിക്കാതിരിക്കില്ല. അപ്പോൾ ആൾ മരിച്ചിട്ടും ആ ബന്ധം നിലനിർത്തി. ഒരു ദിവസം പോലും രാവിലെയും വൈകുന്നേരം എന്നെ വിളിക്കാതിരിക്കില്ല. എന്താണ്, എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വേണോ, ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഒരു ബ്രദറിനെ പോലെ നോക്കി പരിപാലിച്ച് വരികയാണ്. അപ്പോൾ ആൾക്ക് ഇച്ചിരി ദേഹാസുഖം വന്നതുകൊണ്ട്, പനിയുള്ളതുകൊണ്ട് വരാൻ കുറച്ച് വൈകി. എന്നാലും ഓടി കാലിക്കറ്റിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മളോട് 2 വാക്ക് സംസാരിക്കാനായിട്ട്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുമായ ജോർജ് സാറ് നമ്മളെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തായിരുന്നു. ഞാൻ കോളേജിൽ ക്യാൻറ്റീൻ നടത്തുമ്പോൾ പറവൂർ SNGSTയിൽ വെച്ച് അടുത്ത ഞങ്ങൾ
സുഹൃത്തുക്കളായി. അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരുന്നു. പക്ഷേ അങ്ങേരുടെ വിയോഗം നമ്മളെ വളരെ തളർത്തി. എങ്കിലും ഇന്ന് എൻ്റെ മനസ്സിൽ അങ്ങേര് ജീവിച്ചിരിക്കുന്നു. അത്രമാത്രം. എന്തായാലും അങ്ങേരെ ആത്മാവ് ഇതായി കൊടുത്തിട്ട്. ഈ വൈകിയ വേളയിൽ എനിക്ക് 2 വാക്ക് മാത്രമേ പറയാനുള്ളൂ. ആള് എല്ലാവരെയും സ്നേഹിച്ചിരുന്നു, എല്ലാവരും ആളെയും സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം അങ്ങോട്ടും പങ്കുവച്ചിട്ടുണ്ട്, എല്ലാവരും ഇങ്ങോട്ടും പങ്കുവച്ചിട്ടുണ്ട്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടത്. താങ്ക് യു. വന്ന എല്ലാവർക്കും താങ്ക് യു.